fresh, bitch, ain't nobody realer. ഹലോ ഗൈസ്, ടോമിസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും നല്ല സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന 3 എയർപോർട്ട്സ് ആണ് ഗൈസ്. അപ്പം കുറച്ചൊന്നല്ല 3 ഉണ്ട്. അപ്പോൾ കോസ്കോ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു കോസ്കോ വോൾസെയിൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് ഞാൻ ഈ എയർപോർട്ട്സ് വാങ്ങിച്ചിരിക്കുന്നത്. കുറച്ച് ഓഫറൊക്കെ തന്നെ കിട്ടി, വലിയ കുഴപ്പമില്ല, പൈസയൊക്കെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് പൈസ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞാനിപ്പോൾ ടൊറൻറ്റോയിലാണുള്ളത്, കാനഡ ടൊറൻറ്റോ. അപ്പം നിങ്ങൾക്കറിയാലോ, എന്തായാലും നമുക്ക് പെട്ടി പിടിച്ച് നോക്കാം. പെട്ടിയുടെ അടിപൊളി പാക്കേജിങ് ആണ്, നല്ല സേഫായിട്ടാണ് ഇവർ കൊണ്ട് തന്നിരിക്കുന്നത്. കുറച്ച് ടൈം എടുത്ത് കിട്ടാൻ, പക്ഷേ സേഫാണ്. ഇത് 2 ബലൂൺ കവേഴ്സ് കൊടുത്ത് എന്തോ ഉള്ളിൽ കാണുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കി, സെറ്റ് സാധനമാണ്. അങ്ങനെ നമ്മുടെ എയർപോർട്ട്സ് നമ്മൾ കണ്ടു. ഇപ്പോൾ 3 എയർപോർട്ട്സാണ് നമുക്കുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ എടുത്ത് നമുക്ക് പുറത്തെടുത്തിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ എയർപോർട്ട്സ് 4 വിത്ത് നോയ്സ് ക്യാൻസലേഷനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പേര് പറയാൻ തന്നെ കഷ്ടപ്പാടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് 3 എയർപോർട്ട്സ് 4 വിത്ത് നോയ്സ് ക്യാൻസലേഷനാണ്. ഓക്കെ, സെറ്റ് സാധനമാണ്. ഇതിൻ്റെ സീരിയൽ നമ്പർ എല്ലാം കാണുന്നുണ്ട്. പെട്ടിയൊന്നും പൊട്ടിക്കാത്ത പെട്ടിയാണ്. അപ്പോൾ നമ്മളിന്ന് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എയർപോർട്ട്സ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരു ഐഫോൺ മേടിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നത് എയർപോർട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിങ്ങനെ അറ്റ് ലാസ്റ്റ് ഒരു എയർപോർട്ട്സ് വാങ്ങിച്ച് സെറ്റാക്കി. അപ്പോൾ പെട്ടിയൊക്കെ നമുക്കെടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് 3 എയർപോർട്ട്സ് നമുക്ക് അങ്ങ് അടുക്കി വെച്ച് സെറ്റാക്കി നോക്കാം. ഓക്കെ, സാധനങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ നമുക്ക് എല്ലാം നോക്കി നോക്കാം. അപ്പോൾ ഇത് എല്ലായിടത്തും തന്നെ ആപ്പിളിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ അത് എയർപോർട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട് സൈഡിലൊക്കെ തന്നെ. പിന്നെ ഓപ്പൺ ബോക്സ് ഒന്നുമല്ല, എല്ലാം തന്നെ ന്യൂ ആണ്. അപ്പോൾ അത് രണ്ടും അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതങ്ങ് പൊട്ടിച്ചിട്ട് നമ്മുടെ പണി അങ്ങ് തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കുക, എല്ലാവരും തന്നെ കയറി കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മളങ്ങ് പൊട്ടിച്ച് തുടങ്ങുകയാണ്. കുറച്ച് കഷ്ടപ്പാടാണോ? ഇല്ല, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് വലിച്ചെടുത്തേക്കാം. സെറ്റ് സാധനമല്ലേ. അപ്പോൾ അത് നമ്മൾ വലിച്ചെടുത്തു. അപ്പോൾ ഇതും കൂടെ വലിച്ചാൽ മാത്രമാണ്, ഇതും കൂടെ പൊളിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ എയർപോർട്ട്സിന് പെട്ടി തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അത് വലിച്ചെടുത്തു. അപ്പോൾ തന്നെ എയർപോർട്ട്സ് ഇത് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടി തുറന്ന് നോക്കാം എന്തൊക്കെയാണ് ആക്സസറീസിൻ്റെ അകത്ത് ഉള്ളതെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കാലിഫോർണിയ US-ലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴത്തെ ഒരു മാനുവൽ പോലത്തെ സാധനം, പിന്നെ കുറച്ച് കോപ്പി റൈറ്റിൻ്റെ സാധനങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ എയർപോർട്ട്സിൻ്റെ ഒരു ചെറിയ ബുക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ളത്, ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും അങ്ങനെ കുറേ ഫീച്ചേഴ്സുള്ള സാധനമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ കണക്റ്റ് ആവുമെന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ അത് ഓക്കെ. പിന്നെ കുറച്ച് പ്രൊഡക്റ്റ് മാനുവൽസ് ഉണ്ട്. ഇത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. രണ്ടും അങ്ങ് മാറ്റി വെച്ചേക്കാം. പിന്നെ ഒരു ഇതും കൂടി ഉണ്ട്. ഓക്കെ, ഇത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. ഇതും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് ഇപ്പം എയർപോർട്ട്സ് എല്ലാം തന്നെ തുറക്കുന്നതാണ് നമ്മുടെ ജോലി. അപ്പോൾ അതെല്ലാം തന്നെ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോർട്ട്സ്. അപ്പോൾ ഇതും ഒരു കവറിങ്ങിലാണ് വരുന്നത്. നല്ല വെളുത്തിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പം നല്ല വൈറ്റാണ് സാധനം. അപ്പോൾ ഇതും ഒരു കവറിങ്ങിലാണ് വരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ആ കവറിങ് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ്. അപ്പോൾ ഇതും ഇങ്ങനെ സ്റ്റിക്കർ പോലെ സാധനമാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റിക്കർ അങ്ങ് പൊളിച്ചു. അപ്പോൾ ഇനി ഇതിങ്ങ് തള്ളിയെടുത്താൽ മതിയല്ലേ, നമുക്കത് കീറിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ശ്രമിക്കുന്നുണ്ട് കീറാൻ വേണ്ടി, പക്ഷേ നല്ല അടിപൊളി പാക്കേജിങ് കണ്ട് കീറാനും പാടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വലിച്ചിങ്ങ് എടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഫൈനൽ ശ്രമത്തിൽ നമ്മളിങ്ങ് വലിച്ചെടുത്തു. കുറച്ച് ടൈറ്റായിരുന്നു സെറ്റ്. ഇനിയാണത് നമ്മൾ തുറന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ചാർജും കാര്യങ്ങളും ഉണ്ട്. പിന്നെ C ടൈപ്പ് ചാർജിങ് ആണ് വരുന്നത്. പിന്നെ ഇതിന് സൗണ്ടും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇങ്ങ് പുറത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെ, കൊള്ളാം. ഒരു ചെറിയ ഇത് തന്നെ, ബഡ്സൊന്നും ഇല്ലാത്തതിൻ്റെ എയർപോർട്ട്സ് 4 വിത്ത് നോയ്സ് ക്യാൻസലേഷനാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐഫോൺ എടുത്ത് നിന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കണക്ഷനൊക്കെ തന്നെ എങ്ങനെയാണ് എളുപ്പമാണെന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐഫോൺ ഇങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇത് പെട്ടി തുറക്കുമ്പോഴേ കണക്റ്റ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും പെട്ടി തുറന്ന് നോക്കി നോക്കട്ടെ. പെട്ടി തുറന്നപ്പോൾ തന്നെ ഗൈസ്, അപ്പോൾ കണക്ഷൻ വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ കണക്റ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കണക്റ്റിൽ ഞെക്കി നോക്കാം. ഓക്കെ, അപ്പം കണക്റ്റിംഗ് എന്നും കാണിക്കുന്നുണ്ട്. നോക്കട്ടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എയർപോർട്ട്സ് കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിസ്ണിംഗ് മോഡുണ്ട്. ലിസ്ണിംഗ് മോഡൊക്കെ ഇങ്ങനെ ഓരോ മോഡ്സാണ് ഗൈസ്. അപ്പോൾ ലിസ്ണിംഗ് മോഡ്, അപ്പോൾ നമ്മളോട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ എയർപോർട്ട്സ് സ്വന്തമായിട്ട് സൗണ്ട് കുറയ്ക്കും. അപ്പോൾ മീഡിയ ആൻഡ് കോൾ കൺട്രോൾ. ഓക്കെ, അപ്പം മീഡിയ ഒക്കെ നമ്മൾ എന്താ പറയുക, 2 ഫിംഗർ വെച്ച് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് മീഡിയ പോസ് ആക്കാനും കോൾ എടുക്കാനൊക്കെ പറ്റും. പിന്നെ കൺട്രോൾ സെൻറ്ററിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുക. അപ്പോൾ നമ്മൾ കൺട്രോൾ സെൻറ്ററിൽ ചെന്നിട്ട് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പല മോഡ്സിലോട്ട് ആക്കാൻ പറ്റും. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ, അങ്ങനെ കുറേ മോഡ്സൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് പേഴ്സണലൈസ്ഡ് ആക്കാൻ പറ്റും. പിന്നെ കോൺവെർസേഷൻ അവയർനെസ്, ഇപ്പോൾ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുവാണെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സൗണ്ട് കുറയ്ക്കും. അതൊരു നല്ല ഫീച്ചറാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് കുറേ പാട്ട് കേട്ടിട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് സൗണ്ട് കുറയ്ക്കും. അത് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം. പക്ഷേ കൊള്ളാം, സാധനം ചെറുതാണ്, ഹാൻഡിയാണ്. പിന്നെ നമുക്കൊന്ന് ഒരു പാട്ട് നമുക്ക് എന്തായാലും നല്ല സൗണ്ടിലങ്ങ് വെച്ച് നോക്കിയേക്കാം.
ഓക്കെ ഇപ്പോൾ ഇത്രയേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ ഫീച്ചേഴ്സും കൂടെ കുറേ ഓപ്ഷൻസും കൂടെ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ളതിൽ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ഓപ്ഷൻസ് കാണിക്കാത്തത്. ഓക്കെ ഇങ്ങനെ നിൽക്കുക നോക്കാം, കണ്ടില്ല ഗൈസ്. അപ്പോൾ ലിസണിങ് മോഡ്, കോൺവെർസേഷൻ അവെയർനെസ്, സ്പേഷ്യൽ ഓഡിയോ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ നമുക്ക് എല്ലാം തന്നെ വേണമെങ്കിൽ ഓണാക്കി നോക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് കോൺവെർസേഷൻ അവെയർനെസ് ഒക്കെയാണ്. ഓക്കെ അപ്പോൾ നമ്മൾ സ്പോട്ടിഫൈ കയറി. ഓക്കെ സ്പോട്ടിഫൈയിൽ ഓൾറെഡി ഒരു പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഡെമോസിൽ പോയി നോക്കാം. ഡെമോസ് എന്ന് പറഞ്ഞിട്ടൊരു സാധാ ആപ്പാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി, ഫ്രീ ആയിട്ട് മ്യൂസിക് കേൾക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ ഇത് തുറന്നു ഇതിൽ ക്യൂൻ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ചെവി വെച്ചാണ് ഇതിൻ്റെ കറക്റ്റ് എഫക്ട്സും കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ നമ്മുടെ ടോമിസ് ഗെയിമിൽ GTA 5 വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.